السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവിനെ സൃഷ്ടിച്ചതാര്? ഈ ഒരു ചോദ്യം നാം പലപ്പോഴായും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടാകും. വളരെ ലളിതമായി പറയാൻ പറ്റുന്ന ഈ ഒരു ചോദ്യത്തെ വളരെ സങ്കീർണമായി അവതരിപ്പിച്ച ദാർശനികരുണ്ട്. ഇമാം ഗസാലി, തോമസ് അക്വിനാസ് തുടങ്ങിയവർ അതിൽപ്പെട്ടവരാണ്. ഒന്നാമതായി, ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ എന്നതാണ്. ഉത്തരം അല്ല എന്നാണ്. കാരണം അള്ളാഹു അല്ലെങ്കിൽ ഡെഫിനിഷൻ അനുസരിച്ചുള്ള ദൈവമെന്ന അസ്തിത്വം, ആ അസ്തിത്വത്തിന് അതിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് തന്നെ സൃഷ്ടാവ് ഉണ്ടാകേണ്ടതില്ലാത്ത സ്വയം നിലനിൽക്കുന്ന ഒരു അസ്തിത്വമാണ്. ഈ മേൽപ്പറഞ്ഞ വിശേഷണങ്ങളുള്ള അസ്തിത്വത്തെ നാം ലോജിക്കിൽ നെസസറി എക്സിസ്റ്റന്റ് എന്നും അറബിയിൽ വാജിബുൽ വുജൂദ് എന്നും പറയും. ഇവിടെ നിങ്ങൾക്ക് സ്വാഭാവികമായും ഉണ്ടാകാനിടയുള്ള സംശയം എന്നത് നാം എങ്ങനെ അള്ളാഹുവിനെ ഒരു നെസസറി എക്സിസ്റ്റൻ്റായി നിലനിർത്തി, നെസസറി എക്സിസ്റ്റൻ്റായി കാണുന്നു എന്നതാണ്. അതിനുത്തരം പ്രപഞ്ചം ഒരു പ്രപഞ്ചം ഉണ്ടായിരിക്കൽ നിർബന്ധമല്ലാത്ത ഒരു അസ്തിത്വമാണെന്ന നമ്മുടെ തിരിച്ചറിവാണ്. രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം സ്ഥാപിക്കാം. ഒന്ന്, പ്രപഞ്ചം എന്തുകൊണ്ട് നെസസറി എക്സിസ്റ്റന്റ് അല്ല? രണ്ട്, നെസസറി എക്സിസ്റ്റന്റ് അല്ലാത്ത പ്രപഞ്ചത്തിന് മറ്റൊരു എക്സിസ്റ്റന്റിന്റെ ആവശ്യമുണ്ടോ? ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്രപഞ്ചം എന്തുകൊണ്ടൊരു നെസസറി എക്സിസ്റ്റന്റ് അല്ല? കാരണം പ്രപഞ്ചത്തിന്റെ ഗുണങ്ങൾ അറിയിക്കുന്നത് ആ രൂപത്തിലാണ്. മൂന്ന് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, യൂണിവേഴ്സ് ഈസ് ഡിപെൻഡന്റ്. പ്രപഞ്ചം സ്വയം നിലനിൽക്കുന്നതും മറ്റൊന്നിനെ നിലനിൽപ്പില്ലാത്തതും മറ്റൊന്നിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതുമാണ്. രണ്ട്, യൂണിവേഴ്സ് ഹാസ് സർട്ടൈൻ ലിമിറ്റ്സ്. പ്രപഞ്ചത്തിലുള്ള എന്തിനും ഒരു പരിധിയുണ്ട്. മൂന്ന്, യൂണിവേഴ്സ് കുഡ് ഹാവ് ബീൻ ഇൻ അനദർ ഫോം, അനദർ സ്ട്രക്ചർ ആൻഡ് ഷേപ്പ്. പ്രപഞ്ചം മറ്റൊരു രൂപത്തിലോ അല്ലെങ്കിൽ മറ്റൊരു സ്ട്രക്ചറിലോ നിലനിൽക്കാമായിരുന്നു, എക്സിസ്റ്റ് ചെയ്യാമായിരുന്നു. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടും പ്രപഞ്ചം ഒരു നെസസറി എക്സിസ്റ്റന്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വിശേഷണങ്ങളുള്ള പ്രപഞ്ചത്തെ ലോജിക്കൽ കണ്ടിൻജന്റ് എക്സിസ്റ്റന്റ് എന്നാണ് പറയുക. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നെസസറി എക്സിസ്റ്റന്റ് അല്ലാത്ത പ്രപഞ്ചത്തിന് വാജിബുൽ വുജൂദായ മറ്റൊന്നിന്റെ അനിവാര്യത എന്താണ്? പ്രപഞ്ചം മറ്റൊന്നിനെ ആശ്രയിക്കുന്നു എന്ന് നാം നേരത്തെ പറഞ്ഞല്ലോ, അത് തന്നെയാണ് അതിന്റെ ഉത്തരം. ഒന്നാമതായി, പ്രപഞ്ചത്തിന് സ്വയം നിലനിൽപ്പില്ല എന്നതും മറ്റൊന്നിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു എന്നതും സ്വയം നിലനിൽപ്പില്ലാത്തത് കൊണ്ട് തന്നെ സ്വയം നിലനിൽപ്പുള്ള ഒന്നിനെ ആശ്രയിക്കുക പ്രപഞ്ചത്തിന് അനിവാര്യമാണ്. ഇനി പ്രപഞ്ചത്തിന് ചില പ്രത്യേക പരിമിതികളുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം പര്യാപ്തമല്ലാത്ത പ്രപഞ്ചത്തിന് പര്യാപ്തമായ ഒരു വാജിബുൽ വുജൂദിന്റെ ആവശ്യമുണ്ട്. മൂന്നാമത്, മറ്റൊരു രൂപത്തിൽ എക്സിസ്റ്റ് ചെയ്യാമായിരുന്ന പ്രപഞ്ചത്തെ ഇന്ന് കാണുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തത് ഒരു നെസസറി എക്സിസ്റ്റന്റ് ആണ്. ഒരു പ്രത്യേക രൂപഘടനയിൽ ചില പ്രത്യേക പ്രാപഞ്ചിക നിയമസംഹിതക്കുള്ളിൽ ഇന്ന് കാണുന്ന രീതിയിൽ പ്രപഞ്ചം എക്സിസ്റ്റ് ചെയ്യുന്നു. അതിനാൽ തന്നെ പ്രപഞ്ചം എന്തുകൊണ്ട് മറ്റു രൂപത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നതിനും എന്തുകൊണ്ട് എക്സിസ്റ്റ് തന്നെ ചെയ്തു എന്നതിനും ഒരു വിശദീകരണം ആവശ്യമായിത്തീരുന്നു. ആ വിശദീകരണത്തിലേക്ക് നോക്കിയാൽ അതിൽ നമുക്കൊരു നെസസറി എക്സിസ്റ്റന്റിന്റെ നിലനിൽപ്പ് അത്യാവശ്യമായി വരും. ഇനി പ്രപഞ്ചം, നാം ഈ പറഞ്ഞ ആർഗ്യുമെന്റ് ഫിലോസഫിയിൽ കണ്ടിൻജൻസി ആർഗ്യുമെന്റ് എന്നാണ് ഇതിനെ പറയുക. ഇതിനെതിരെ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ യുക്തിവാദികളായ പണ്ഡിതർ പറയുന്നത് പ്രപഞ്ചം അനന്തമാകാമെന്നാണ്. അങ്ങനെ അനന്തമാവുകയാണെങ്കിൽ പ്രപഞ്ചത്തിന് ഒരു എൻഡിങ് ഇല്ലാതെ അത് ഒരു കാരണത്തിന് പിറകെ മറ്റൊന്ന് അങ്ങനെ നീണ്ടുകൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് എൻഡ് ഉണ്ടാവില്ല. പ്രപഞ്ചത്തിന്റെ അസ്തിത്വം തന്നെ അനിവാര്യമല്ല എന്നതായി തോന്നും. ഇതിനെ ഇൻഫിനിറ്റ് റിഗ്രഷൻ എന്നാണ് പറയുക. ഇങ്ങനെ ഇൻഫിനിറ്റ് റിഗ്രഷൻ ഉള്ള ഒരു വസ്തുവിന് സ്വയം നിലനിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് മുമ്പിലുള്ള പ്രപഞ്ചം ഒരു ഫൈനൈറ്റ് ആയ പ്രപഞ്ചമാണ്.
അങ്ങനെ ആ പ്രപഞ്ചം ഉണ്ടാക്കിയത് ഒരു സൃഷ്ടാവാണ്. ആ സൃഷ്ടാവിന് മറ്റൊരു സൃഷ്ടാവ് ആവശ്യമാണെങ്കിൽ ആ ചോദ്യം അങ്ങനെ വീണ്ടും നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രപഞ്ചത്തിന് ഒരു എക്സ്പ്ലനേഷൻ വേണം, വിശദീകരണം വേണമെന്ന് നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് അതൊരു നെസസറി ബീയിങ്ങിലേക്ക് ഡിപ്പെൻഡഡ് ആവണം. എങ്കിൽ അതുപോലെ എന്തുകൊണ്ട് സ്രഷ്ടാവിന് ഒരു വിശദീകരണം വേണ്ട എന്ന് പറയുന്നു? ചോദ്യം ക്ലിയർ ആയോ? പ്രപഞ്ചത്തിന് വിശദീകരണം വേണം, ഗോഡിന് വിശദീകരണം വേണ്ട. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ? ഇൻഫിനിറ്റ് റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രപഞ്ചം അനന്തമായ ഒരു കോഴ്സ്, അതിന് പിറകിൽ മറ്റൊരു കാരണം, അതിന് പിറകിൽ മറ്റൊരു കാരണം, ഇങ്ങനെ നീണ്ടുപോകുന്നതിനാണ് ഇൻഫിനിറ്റ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അത് ആവശ്യമില്ല എന്ന് നേരത്തെ പറഞ്ഞു. അതിനൊരു നെസസറി എക്സിസ്റ്റന്റിന്റെ ആവശ്യമുണ്ട് പ്രപഞ്ചത്തിന് ഉണ്ടാകാൻ. അതുപോലെ തന്നെ ഒരു നെസസറി എക്സിസ്റ്റന്റ് ആയ ഒരു വസ്തുവിന് എന്തുകൊണ്ട് മറ്റൊരു സൃഷ്ടാവ് ആവശ്യമായി വരുന്നു എന്നത് ഒരു ലോജിക്കൽ അബ്സർഡിറ്റിയാണ്. കാരണം അത് അതേപോലെ അങ്ങനെ പോവുകയാണെങ്കിൽ അതും നീണ്ടുകൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അരിസ്റ്റോട്ടിൽ ആ ഒരു എക്സിസ്റ്റന്റിനെ ദ പ്രൈം കോസ് എന്നാണ് വിശേഷിപ്പിച്ചത്, അല്ലെങ്കിൽ പ്രൈം മൂവർ. അപ്പോൾ അത് അങ്ങനെ നീണ്ടു നിൽക്കുന്നത് അതും മറ്റൊരു ഇൻഫിനിറ്റി റിഗ്രഷൻ ആണ്. അത് ലോജിക്കൽ അബ്സർഡിറ്റി ആയതുകൊണ്ട് തന്നെ അത് ആവശ്യമില്ല എന്ന് തോന്നുന്നു. ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്നൊരു ദിക്ർ നമ്മൾ പല റാത്തീബുകളിലും മറ്റൊക്കെ ചൊല്ലാറുണ്ട്. ലാ മൗജൂദ ഇല്ലല്ലാഹ്. അതിനെ സംബന്ധിച്ച് ചില പുത്തൻവാദികളൊക്കെ വിമർശിക്കാറുള്ളത് അത് ശ്രീശങ്കരാചാര്യരുടെ അദ്വൈതവാദമാണ് എന്നാണ്. യാതൊന്ന് കാണുവത് നാരായണ പ്രതിമ, യാതൊന്ന് കേൾക്കുവത് നാരായണ ശ്രുതിമ, യാതൊന്ന് ചൊല്ലുവത് നാരായണായ നമ എന്ന് പറയുന്ന അദ്വൈതവാദം. അഥവാ സൃഷ്ടാവ് സൃഷ്ടി എന്ന് രണ്ട് അസ്തിത്വങ്ങളില്ല, ഇവിടെ ഒറ്റ സൃഷ്ടാവേ ഉള്ളൂ, ഇവിടുത്തെ സകല സൃഷ്ടികളും സൃഷ്ടാവിൻ്റെ ചില ഭാഗങ്ങളാണ് എന്നാണ് ആ വാദം. ആ വാദത്തെ ഊട്ടിയുറപ്പിക്കുന്ന വാക്കാണ് ലാ മൗജൂദ ഇല്ലല്ലാ. കാരണം അള്ളാഹുവേ മൗജൂദുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ അതങ്ങനെയല്ലെന്നും ലാ മൗജൂദ ഇല്ലല്ലാ എന്ന് പറയുന്ന ആ പ്രസിദ്ധമായ വാക്ക് യഥാർത്ഥത്തിൽ സൃഷ്ടാവ് മാത്രമാണ് ഈ നാം പറഞ്ഞതുപോലെ സ്വയം ഉള്ളവൻ വാജിബുൽ വുജൂദ് എന്ന ആശയത്തെ കുറിക്കുന്നതാണ് എന്നും തിരിച്ച് നാം വിശദീകരിക്കാറുണ്ട്. അതിന് മൗജൂദ് എന്ന പദത്തെ, ആ പദത്തിൻ്റെ പദോൽപത്തി ശാസ്ത്രപരമായ അതിൻ്റെ ഘടനയെ ആധാരമാക്കിക്കൊണ്ടാണ് അതിന് ആ മറുപടി കൊടുക്കാറുള്ളത്. ആ മറുപടി എന്താണ് എന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെടുന്നു. ചോദ്യം മനസ്സിലായില്ലേ? നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞു, അദ്വൈതവാദത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അല്ല, ഒരു ദൈവത്തിന്റെ ഭാഗങ്ങളാണ് ഈ ലോകത്തുള്ള സൃഷ്ടികൾ മുഴുവനുമെന്ന്. അത് ഒരിക്കലും സാധ്യമല്ല. കാരണം ഈ ലോകത്തുള്ള എല്ലാം ഒരു മെറ്റീരിയൽ ആയിട്ടുള്ളതാണ്. ദൈവം എന്നത് ഇമ്മെറ്റീരിയലിസ്റ്റിക് ആയ ഒരു അസ്തിത്വമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നില്ല എന്നാണ് ഉത്തരം. ലാ മൗജൂദ ഇല്ലല്ലാ എന്നുള്ള വാക്ക്, സൂഫിയാക്കൾ പറഞ്ഞ വാക്ക്, ആ ഒരു വാദത്തെ സ്ഥിരീകരിക്കുന്നതാണോ നിരാകരിക്കുന്നതാണോ? നിരാകരിക്കുന്നതാണ് എന്ന് നമ്മൾ സമർത്ഥിക്കണം. കാരണം സൂഫിയാക്കൾ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അത് ആ അദ്വൈതവാദത്തെ നിരാകരിക്കുന്ന വാക്കാണ് എന്ന് എങ്ങനെ നമ്മൾ വിശദീകരിക്കുന്നതാണ് ഞാൻ ചോദിച്ചത്. ലാ മൗജൂദ ഇല്ലല്ലാ എന്നുള്ളത്, ആ മൗജൂദ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അല്ലാതെ അതായത് സൃഷ്ടികളല്ലാതെ ഉദ്ദേശിക്കുന്നത് സൃഷ്ടാവ് അള്ളാഹു മാത്രമാണെന്നാണ് ആ മൗജൂദ് കൊണ്ടുള്ള ഉദ്ദേശം. നമ്മൾക്കും വുജൂദുണ്ട്, അള്ളാഹ്ക്കും വുജൂദുണ്ടല്ലോ. വാജിബുൽ വുജൂദ് അള്ളാഹു മാത്രമാണ്. ഏതൊരു കോസിനും ഏതൊരു എഫക്റ്റിനും ഒരു കോസ് വേണമെന്നാണല്ലോ. ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു കാരണം ഉണ്ടായിരിക്കും. നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ മറ്റൊരു രീതിയിലുള്ളൊരു ചോദ്യമാണ്, ഏതൊരു കാര്യത്തിനും ഒരു കാരണം വേണം, അഥവാ എവരി എഫക്റ്റ് ഹാസ് എ കോസ്. അതേപോലെ അള്ളാഹു തആലാക്ക് ഒരു കാരണം വേണ്ടേ?
എന്നത് നേരത്തെ പറഞ്ഞ ഇൻഫിനിറ്റ് റിഗ്രഷൻ അല്ലാതെ മറ്റേത് രീതിയിൽ ഉത്തരം പറയാൻ കഴിയും? ഏതൊരു കാര്യത്തിനും ഒരു കാരണം വേണം. ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ ഒരു കോഴ്സ് വേണം എന്നാണല്ലോ. അപ്പൊ അള്ളാഹുവിനും ഒരു കാരണം വേണ്ടേ? നമ്മൾ പറയുന്നു പ്രപഞ്ചം ഉണ്ടെങ്കിൽ പ്രപഞ്ചത്തിന് കാരണക്കാരനായ അള്ളാഹു വേണം. അതുപോലെ അള്ളാഹുവിന് കാരണക്കാരനായ മറ്റൊന്ന് വേണ്ടേ എന്നത് എങ്ങനെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കുക? ഇതിന് നേരത്തെ പറഞ്ഞ അരിസ്റ്റോട്ടിലിന്റെ സംഭവം തന്നെ പറയാം എന്ന് കരുതുന്നു. അതായത് പ്രപഞ്ചം അതിൻ്റെ അസ്തിത്വത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതിന് സ്വയം നിലനിൽക്കുന്ന എല്ലാത്തിനും പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരു അസ്തിത്വം ആവശ്യമാണ്. ഈ അസ്തിത്വത്തെയാണ് അരിസ്റ്റോട്ടിൽ ദ പ്രൈമറി കോഴ്സ് അല്ലെങ്കിൽ ദ പ്രൈം മൂവർ എന്ന് വിശേഷിപ്പിച്ചത്. അത് ഒരു പ്രൈമറി ആകുമ്പോൾ അതായിരിക്കുമല്ലോ ഒരു തുടക്കം എന്ന് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. തുടക്കമായിരിക്കുന്നു, അത് തുടങ്ങിയതായിരിക്കും സൃഷ്ടാവ്. തുടക്കമുള്ളതാണോ അല്ല തുടക്കമില്ലാത്തതാണോ? തുടക്കം എന്ന് വെച്ചാല് അള്ളാഹുവിന്റെ അടുത്ത് നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അള്ളാഹുവിന് ഒരു തുടക്കമില്ല. നിങ്ങളിവിടെ സമർത്ഥിച്ചത് ലോകത്ത് ഒരു വസ്തുക്കളും സ്വയം ഉണ്ടാകുന്നില്ലെന്നും സ്വയം ഉള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നതുമാണല്ലോ. എന്നാൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു വസ്തു സ്വയം ഉണ്ടായി എന്ന് തെളിയിച്ചാൽ തന്നെ നിങ്ങൾ വാദം പൊളിയും. അപ്പം ഞാൻ അതിനൊരു ഉദാഹരണം സമർത്ഥിക്കുകയാണ്, അതിനെ നിങ്ങൾ ക്രോസ് ചെയ്യണം. നമ്മൾ ഫ്രിഡ്ജിൽ ഒരു കോഴിൻ്റെ ഇറച്ചിയുടെ കഷ്ണം കൊണ്ടുപോയിട്ട് വെച്ചു. ഫ്രിഡ്ജ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാൻ മറന്നുപോയി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞെടുത്ത് നോക്കുമ്പോൾ ഫ്രിഡ്ജ് മൊത്തം ക്ലോസ് ആയിരുന്നു. ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ അതിൽ കുറേ പുഴുക്കളെ കാണാൻ കഴിയും. അഥവാ ജീവനില്ലാത്ത കോഴി ഇറച്ചിയിൽ നിന്ന് കുറേ ജീവൻ ഉണ്ടായിരിക്കുന്നു. പുറത്തുനിന്ന് പുഴുക്കൾ വരാനൊന്നും വഴിയില്ലല്ലോ. അപ്പോൾ ജീവൻ എന്ന് പറയുന്ന ഒരു കാര്യം ഈ പ്രപഞ്ചത്തിൽ സ്വയം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് മുഴുവനായും സ്വയം ഉണ്ടാകാത്തതാണ് എന്ന വാദം ശരിയാവില്ലല്ലോ. ഇതിനെ ക്രോസ് ചെയ്യൽ എങ്ങനെയാണ്? ഇത് നേരത്തെ പറഞ്ഞില്ലേ എല്ലാത്തിനും ഒരു കോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ ഫ്രിഡ്ജിൽ വെച്ചപ്പോ അത് പഴകി, ആ ഭക്ഷണം പഴകി. അതാണ് ആ പുഴു ഉണ്ടാകാനുണ്ടായ ഒരു കോഴ്സ്. അതാണ് അതിന്റെ കാരണം. അപ്പോ അത് നോക്കുമ്പോ അവിടെ അതിന്റെ കാരണമായിട്ട് വന്നത് ഒരുപാട് നേരം ഒരു അടിച്ചിട്ട് ഒരു ഫ്രിഡ്ജിനുള്ളിൽ വെച്ചു. അങ്ങനെ അതിന്റെ ആ ഒരു കാരണത്തിൽ ഇത് ഉണ്ടായി എന്നാണ് അതിന്റെ കാരണം. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജനറൽ പാനൽ ഡിസ്കഷൻ മത്സരം തുടരുന്നു. ഈ മത്സരം കഴിഞ്ഞാലുടൻ ജനറൽ കാറ്റഗറി ബി ട്രാൻസ്ലേഷൻ സ്പീച്ച് ഇംഗ്ലീഷ് ടു മലയാളം ആരംഭിക്കും. മത്സരാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യുക. ജനറൽ കാറ്റഗറി ബി ട്രാൻസ്ലേഷൻ സ്പീച്ച് ഇംഗ്ലീഷ് ടു മലയാളം. മത്സരാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യുക.